2026 മുഖ്യമന്ത്രിയാകാൻ ശശി തരൂർ യോഗ്യനെന്ന സർവേ ഫലം പങ്കുവച്ച തരൂരിനെ തള്ളി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. സർവേക്ക് വിശ്വാസ്യതയില്ലെന്നും ആരോ കുക്ക് ചെയ്ത സർവേയെന്നും രമേശ് ചെന്നിത്തല ഇന്നും ആവർത്തിച്ചു. ആ സർവേക്കകത്ത് ഒരു വിശ്വാസ്യതയില്ലാത്ത സർവേയാണ്. അതാരോ കുക്ക് ചെയ്തുണ്ടാക്കിയ സർവേയാണ്. അതിന് എനിക്ക് വിശ്വാസമില്ല. പ്രധാനമന്ത്രിയാകാൻ സർവേ നടത്തിയാലും ശശി തരൂരിന്റെ പേര് വരുമായിരിക്കും. ACC നടത്തുന്ന സർവേയിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയെന്നും ഹസൻ. ഇതിനെക്കുറിച്ച് നമ്മളാരും സംശയിക്കേണ്ട കാര്യമില്ല. നല്ലത്, അദ്ദേഹത്തിന് ഇത്രയും ആളുകൾ മുഖ്യമന്ത്രിയാവണം എന്ന് സർവേയിൽ വന്നു. പക്ഷെ നാളെ ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ ആരാണ് ഏറ്റവും കൂടുതൽ അർഹൻ എന്നൊരു സർവേ നടത്തിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേരും വരും. അപ്പം അത്തരം സർവേ ഒന്നും പാർട്ടി ഗൗരവമായിട്ട് എടുക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നില്ല. ACC സർവേ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലം വരുമ്പോൾ അതനുസരിച്ചായിരിക്കും നിയമസഭാ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. സർവേ ഫലം തള്ളി അടൂർ പ്രകാശും. ശശി തരൂർ മുതിർന്ന നേതാവാണ്. സർവേ പല ആളുകളും നടത്തുമെന്നും ചിലർ നടത്താൻ വേണ്ടി നടത്തുമെന്നും UDF കൺവീനർ. സർവേ പല ആളുകളും നടത്തുന്നുണ്ട്, പല തരത്തിലുമുണ്ട്. അത് ചില ആളുകൾ മനഃപൂർവ്വമായി സർവേ നടത്താൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം ശ്രമം നടത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പുറത്ത് കൊടുക്കാൻ വേണ്ടി, പുറത്ത് പറയാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ സന്ദർഭങ്ങളിലൊന്നും ഇതൊന്നും ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തരൂർ ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം ആദ്യം തീരുമാനിക്കട്ടെ. കോൺഗ്രസിലെ വിറക് വെട്ടികളും വെള്ളംകോരികളുമായ ഒരുപാട് പേർ കേരളത്തിലുണ്ടെന്നും അതിലൊരാൾ മുഖ്യമന്ത്രിയാകുമെന്നും വിശ്വപൗരൻ മുഖ്യമന്ത്രിയാകേണ്ട എന്നും കെ മുരളീധരൻ. ഓരോ ദിവസവും ഓരോ സർവേ ഫലം വരുമെന്നും അതിലൊന്നും വലിയ കാര്യമില്ലെന്നും VD സതീശൻ, പ്രതിപക്ഷ നേതാവ്. ഇഷ്ടംപോലെ സർവേ എല്ലാ ദിവസവും വരുന്നുണ്ട്. നമ്മൾ ചിലത് കാണും, നമ്മൾ ചിലത് കാണില്ല. ഇതേതാന്ന് എനിക്ക് മനസ്സിലായില്ല. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, ഇന്നലെ മുതൽ നേതാക്കന്മാരുടെ പ്രതികരണം ഈ സർവേയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ തരൂറാണ് യോഗ്യൻ എന്ന് പറയുന്ന സർവേ ഫലം അദ്ദേഹം തന്നെ എക്സിൽ പങ്കുവച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരണങ്ങൾ എടുക്കുന്നുണ്ട്. KPCC അധ്യക്ഷൻ്റെ പ്രതികരണം ഇന്നലെ വന്നിരുന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവടക്കം കൂടുതൽ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ ആണ് നമ്മൾ തേടിയത്. എല്ലാവരും തന്നെ സർവേയെ തള്ളിക്കളയുകയാണ്. ഈ ഒരു സർവേ കോൺഗ്രസിനകത്ത് എന്തെങ്കിലും തരത്തിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? എന്താണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സഹിൻ? ലക്ഷ്മി, നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതികരണമായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞത് ഇനി UDF അല്ല, ടീം UDF എന്നായിരുന്നു. അതായത് ഒറ്റക്കെട്ടായി UDF ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കാൻ പോകുന്നു, നേരിടാൻ പോകുന്നു എന്നുള്ള ആശയമാണ് അദ്ദേഹം പങ്കുവച്ചത്. പക്ഷേ കോൺഗ്രസിൽ പോലും ആ ടീം UDF എന്നുള്ള ഒരു ആശയം അത് ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ UDF നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമായി ഇന്നലെ പറയുന്ന പോലെ സർവേ ഫലം അത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഈ സർവേ ഫലം ഇത്തരത്തിൽ പുറത്തു വന്നതിന് ശേഷം ഈ സർവേ ഫലത്തെ പൂർണ്ണമായും തള്ളുകയാണ് UDFൻ്റെ മുതിർന്ന നേതാക്കൾ. ഇപ്പോൾ അടൂർ പ്രകാശ് ആയിക്കൊള്ളട്ടെ, MM ഹസൻ ആയിക്കൊള്ളട്ടെ, VD സതീശൻ ആയിക്കൊള്ളട്ടെ, ഇതിൽ ഏറ്റവും കടുപ്പിച്ച് പറഞ്ഞത് K മുരളീധരനാണ്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൽ വിറക് വെട്ടികളും ഒപ്പം തന്നെ വെള്ളം കോരികളും നിരവധിയുണ്ട്, അവർ ആരെങ്കിലും മുഖ്യമന്ത്രി ആയിക്കൊള്ളും, വിശ്വപൗരൻ വിശ്വത്തിൻ്റെ കാര്യം നോക്കാൻ പോകട്ടെ. അതായത് പൂർണ്ണമായിട്ടും തിരുവനന്തപുരം MP-യെ തള്ളിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ഈ വരുന്ന മുതിർന്ന നേതാവിനെ തള്ളിക്കൊണ്ടുള്ള ഒരു ആശയം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം തന്നെയാണ് K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശശി തരൂർ അങ്ങനെയൊന്നും മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കേണ്ട, അല്ലെങ്കിൽ ഇത്തരത്തിൽ ശശി തരൂർ ഒരു ആശയം പങ്കുവച്ചാൽ, ഒരു സർവേ ഫലം പങ്കുവച്ചാൽ അത് ശശി തരൂർ ഉണ്ടാക്കിയതാണ് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പറയുന്നു ഈ സർവേ ആര് നടത്തിയതാണ് എന്ന് MM ഹസൻ ചോദിക്കുന്നു. അതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് MM ഹസൻ ചോദിക്കുന്നു. അതായത് അടൂർ പ്രകാശ്
കോൺഗ്രസ് പറയാതെ പറയുകയാണ് ഈ സർവേ ഫലങ്ങൾ ആരെങ്കിലും നടത്തും, അത് ചിലർ പുറത്തു വിടുമെന്നുള്ളത്. അതായത് ഈ ശശി തരൂർ തന്നെ നടത്തിയ ഒരു സർവേ, ആ സർവേ ഫലം ശശി തരൂർ തന്നെ പുറത്തു വിടുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടീം UDF എന്നെല്ലാം ആവർത്തിച്ച് പറയുമ്പോഴും കോൺഗ്രസിൽ ഐക്യമില്ല, കോൺഗ്രസിലെ നേതാക്കൾക്കിടയിൽ ഐക്യമില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലക്ഷ്മി.